വിശദമായ റിപ്പോർട്ടിലേക്കാണ്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ട കോടതി വിധിക്കെതിരെ സമൂഹ മാധ്യമത്തിൽ പ്രതികരണവുമായി അതിജീവിത. വിധിയിൽ അത്ഭുതമില്ല, പൾസർ സുനി തന്റെ ഡ്രൈവറാണെന്ന് പറയുന്നത് ശുദ്ധ നുണയാണ്. 2020 തന്നെ ചില അന്യായ നീക്കങ്ങൾ ബോധ്യപ്പെട്ടുവെന്നും അതിജീവിത പറയുന്നു. വിധിക്കെതിരെ നടി മഞ്ജു വാര്യരും രംഗത്തെത്തി. ശിക്ഷിക്കപ്പെട്ടത് കുറ്റം ചെയ്തവരാണെന്നും ആസൂത്രണം ചെയ്തവർ പകൽ വെളിച്ചത്തിനാണെന്നും മഞ്ജു വാര്യർ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ആരോപിച്ചു. കൊച്ചിയിൽ നിന്നും സിജോ വർഗീസ് ചേരുന്നുണ്ട്. സിജോ, കോടതി വിധിക്ക് ശേഷമുള്ള ആദ്യ പ്രതികരണമാണ് അതിജീവിതയുടേത്. അതിൽ അവർ വ്യക്തമായി പറയുന്നുണ്ട് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരല്ല എന്നുള്ളത്. കൃത്യമായ ഒരു നീതി നിഷേധം അതിജീവിത ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, അല്ലേ? വർഷ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ചില പ്രതീക്ഷകൾ ഇനിയും ബാക്കിയാണ്. അതോടൊപ്പം തന്നെ ചില ആശങ്കകളും വിമർശനങ്ങളും എല്ലാം തന്നെ അതിജീവിത ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിജീവിതയുടെ ആ ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നതും അത് തന്നെയാണ്. അതായത് നീണ്ട 8 വർഷം വേദനാജനകമായിരുന്നു. ഒട്ടനവധി സൈബർ ആക്രമണത്തിന് തന്നെ ഇരയാകേണ്ട വന്നു. മാനസിക സമ്മർദ്ദം, കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ പ്രതികരണം വന്നിരിക്കുന്നത്. ശിക്ഷാവിധിയിൽ ഒട്ടും അത്ഭുതപ്പെടേണ്ട എന്ന് പറഞ്ഞതിലൂടെ തന്നെ ഏതാണ്ട് ഇതൊക്കെ തന്നെയായിരിക്കും ശിക്ഷാവിധിയായി വരിക എന്നുള്ളത് ഏറെക്കുറെ അതിജീവിത വിശ്വാസം അവർക്കുണ്ടായിരുന്നു എന്നുള്ളതും വ്യക്തമാകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും 2020 അവസാന ഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങൾ നടക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടതായി അതിജീവിതമായി സമൂഹ മാധ്യമത്തിലെ പ്രതികരണത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കുറ്റാരോപിതരായിട്ടുള്ള ഒരാളുടെ കാര്യത്തിലേക്ക് എത്തുമ്പോഴാണ് ഇത്തരത്തിൽ മാറ്റങ്ങൾ നടക്കുന്നത് എന്നുള്ളത് വലിയൊരു സൂചന തന്നെ നൽകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വിചാരണ കോടതിയിൽ വിശ്വാസമില്ല, ജഡ്ജിയെ മാറ്റുന്ന കാര്യത്തിലടക്കം തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മേൽക്കോടതിയെയും ഒപ്പം തന്നെ മറ്റ് സുപ്രീം കോടതിയെയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ള പലയിടങ്ങളിലും ഇത്തരത്തിൽ അപേക്ഷ നൽകിയെങ്കിലും ഇക്കാര്യത്തിൽ ഒന്നും തന്നെ ഒരു തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ആ ഘട്ടത്തിൽ പ്രതിഭാഗം വരെ ഈ കേസിൽ നിന്ന് ജഡ്ജിയെ മാറ്റരുതെന്നാവശ്യപ്പെട്ട് പ്രതിഭാഗവും കേസിൽ കക്ഷി ചേരുകയും ചെയ്തു എന്നുള്ളത് സംശയത്തിനിട നൽകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനി തൻ്റെ ഡ്രൈവറായിരുന്നില്ല. ഈ സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട പ്രൊഡക്ഷൻ വിഭാഗം ഏർപ്പെടുത്തിയ ഒരു ഡ്രൈവറായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും അവർ പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഈ മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്യുന്നതിലടക്കമുള്ള കാര്യങ്ങളിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. അക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതിൽ ഒരു പരിശോധന ആവശ്യമാണ്, അന്വേഷണം ആവശ്യമാണ് എന്നുള്ള കാര്യം അറിയിച്ചിട്ടും അക്കാര്യത്തിൽ നീതിപൂർവമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായില്ല. ഓപ്പൺ കോർട്ടിൽ കേസ് നടത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ ഒന്നും തന്നെ തനിക്ക് നീതി ലഭിച്ചില്ല എന്നുള്ളതാണ് പ്രധാനമായും ഈ അതിജീവിത പറയുകയും ചെയ്തിരുന്നത്. ഒപ്പം നിന്നവർക്ക് നന്ദി അറിയിക്കുകയും ചില വിമർശനങ്ങളും എല്ലാം ഈ പ്രതികരണത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോലും ഈ ചില ആശങ്കകൾ കൂടി ഈ അതിജീവിത പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിന് പിന്നാലെയാണ് മഞ്ജു വാര്യരും ഇക്കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് കുറ്റക്കാർ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്, പക്ഷേ ആസൂത്രണം നടത്തിയവർ ഇപ്പോഴും പുറത്തു തന്നെയുണ്ട്. അവർ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. തനിക്കുൾപ്പെടെ അല്ലെങ്കിൽ താൻ ഉൾപ്പെടെയുള്ള സ്ത്രീ വിഭാഗങ്ങൾക്ക് തലയുയർത്തി പൊതുസമൂഹത്തിന് മുന്നിൽ നടക്കുന്നതിന് അതിന് ഈ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. നീതി പൂർണ്ണമായി ലഭിക്കേണ്ട വിധിക്കെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് അതിജീവിത. നീതി നിഷേധമുണ്ടായി, നിയമ പോരാട്ടം തുടരുമെന്നും പറയുന്നുണ്ട്. അതേസമയം ഈ ഗൂഢാലോചന ആസൂത്രണം ചെയ്തവർ പുറത്തു നിൽപ്പുണ്ട് എന്നുള്ളത് മഞ്ജു വാര്യരുടെ ഒരു പ്രതികരണം. ഈ ഘട്ടത്തിൽ അത് ശ്രദ്ധേയമാണ്. സിജോ വർഗീസാണ് വിവരങ്ങൾ നൽകിയത്.